സുസ്ലോണിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഒരു പോസിറ്റീവ് നോട്ടിലാണ് ട്രേഡ് ചെയ്യുന്നത്. ടാർഗറ്റുകൾ അനലിസ്റ്റുകൾ ഉയർത്തുന്നു. സ്റ്റോക്ക് ഇനിയും കുതിക്കാനുള്ള ഒരു സാധ്യത പങ്കുവെക്കുന്നു. ഈ ഒരു സ്റ്റോക്കിന്റെ പെർഫോമൻസ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കൊറോണ വൈറസിന്റെ ആ ഒരു കോവിഡ് ക്രാഷിന്റെ ഒക്കെ സമയത്തിന് ശേഷം 2800% ഒരു റിട്ടേൺ നൽകിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. പല ഇൻവെസ്റ്റേഴ്സിനും നമ്മുടെ മാർക്കറ്റ് പ്ലസിന്റെ ഫോറത്തിലാണെങ്കിലും പല ക്വയറീസ് നമുക്ക് വരാറുള്ളത് ഈ സുസ്ലോണിനെ കുറിച്ച് തന്നെയാണ്. ടെക്നിക്കലി സുസ്ലോൺ എത്രമാത്രം ശക്തമാണ്? ഇപ്പോഴത്തെ ഒരു ബിസിനസ് എൻവയറൺമെന്റിൽ നമുക്കതിനെ പോസിറ്റീവ് എന്ന് പറയാനായിട്ട് കഴിയും. ഈവൻ ദോ നമ്മൾ ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ അത്രത്തോളം ഒരു ഓൾ സീസൺ ഷെയർ എന്ന് പറയാനായിട്ട് നമുക്കതിൽ കഴിയില്ല. ബട്ട് ഒരു ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ അതിൽ പോസിറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ചാർട്ടിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ അതിൻ്റെ വോളിയം തന്നെയാണ്. വോളിയം എല്ലാ സീസണിലും ഒരുപോലെ അല്ല, വളരെയധികം വ്യത്യസ്തമുള്ള ഒരു ആവറേജിൽ നിന്ന് ബിലോ ആവറേജിലേക്കൊക്കെ പോകുന്ന രീതിയിലുള്ള ഒരു വോളിയമാണ് അതിൽ കാണുന്നത്. അതായത് ഒരു മാസമായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ വളരെയധികം സീസണലായിട്ട് മാത്രമേ ഇത് കാണാൻ കഴിയൂ. അതാണ് ആ സ്റ്റോക്സിനെ സംബന്ധിച്ച് നമുക്ക് ചാർട്ടിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ അത് തന്നെയാണ് എല്ലാ സമയത്തും ഒരേപോലെ അല്ല ഈ സ്റ്റോക്സിൽ ആളുകളുടെ താല്പര്യം എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. അതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കറക്റ്റീവ് ആക്ഷൻസ് അതിൽ ഉണ്ടായിട്ടുണ്ട്. അതൊരു പോസിറ്റീവ്. കാരണം ഒരു വളരെ ഹോട്ടായിട്ട് നിൽക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു. അതിനുശേഷം ഒരു കറക്റ്റീവ് ആയിട്ടുള്ള ഒരു ആക്ഷൻ അതിൽ സംഭവിച്ചിട്ടുണ്ട്. ആ ആക്ഷനാണ് നമ്മളത് പോസിറ്റീവായിട്ടെന്ന് പറയാനായിട്ട് കഴിയും. കാരണം അവിടെ പിന്നെ ഒരു കറക്റ്റീവ് ആക്ഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് തന്നെ ഒരു റിക്കവറി ഫേസിലേക്കാണ്. ഇപ്പോൾ അത് തന്നെയാണ് ഒരു 44-45 എന്ന് പറയുന്ന ഒരു നല്ല സപ്പോർട്ട് ലെവലിൽ നിന്ന് 60 എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് ഇപ്പോൾ അത് മൂവ് ചെയ്തിട്ടുണ്ട്. എഗെയിൻ നല്ലൊരു മൂവ്മെന്റ്സ് വരികയാണെങ്കിൽ 80-84 വരെയൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. ഇതൊരു ഷോർട്ട് ടൈം ആയിട്ടുള്ള ഒരു രീതിയിലുള്ള സപ്പോർട്ടല്ല, ഞാനൊരു ലോങ് ടൈം പറയുകയാണ്. എഗെയിൻ ഷോർട്ട് ടൈം ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു 68 വരെയൊക്കെ പോകാനുള്ള സാധ്യത ഈ സ്റ്റോക്സിലുണ്ട്. അതായത് ഒരു കറക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സ്റ്റോക്സ് ഒരു സീസണൽ ആയിട്ടുള്ള പാർട്ടിസിപ്പേഷൻ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അപ് ടു 84 വരെയൊക്കെ ഒരു ഷോർട്ട് ടൈം, മീഡിയം ആൻഡ് ലോങ് ടൈമിൽ പോകാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ ഇമീഡിയറ്റ് നോക്കുകയാണെങ്കിൽ 68 എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസ് സോണിലാണ്. പാർട്ടിസിപ്പേഷന്റെ കാര്യത്തിൽ മാത്രമാണ് നമുക്ക് കുറച്ച് കുറവുണ്ടാകുന്നത്. സീസണിലായതുകൊണ്ട് വേരിയേഷൻസ് ഉണ്ട് എന്നുള്ളത് കാര്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും.